അബുദാബിയിൽ മിസൈൽ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്ക്, 2ഇടത്ത് തീപിടുത്തമുണ്ടായി. പ്രത്യേക സാമ്പത്തിക മേഖലയായ കെസാഡ് പരിസരത്താണ് തീപിടുത്തം. ഇറാൻ മിസൈൽ പതിച്ച് ഇസ്രായേലിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ് ലംഘിച്ച് ഇറാനിൽ ഇസ്രായേലിന്റെ ആക്രമണം. ന്യൂക്ലിയർ പ്ലാന്റുകൾക്കും ശുദ്ധജല പ്ലാന്റിനും നേരെയുണ്ടായ ആക്രമണത്തിന് ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ സേന മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ തീ കൊണ്ട് കളിച്ചെന്ന് IRGC എയറോസ്പേസ് കമാൻഡർ സെയ്ദ് മാജിദ് മോസവി പറഞ്ഞു. അറാഖിലെ ഖന്തബ് ശുദ്ധജല പ്ലാന്റ്, അർദക്കാനിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം, ബുഷേർ ന്യൂക്ലിയർ പ്ലാന്റ് എന്നിവയ്ക്കെതിരെയാണ് ആക്രമണം. 2 ഉരുക്കു നിർമ്മാണശാലകൾക്കു നേരെയും ആക്രമണം ഉണ്ടായി. ഇതിനു തിരിച്ചടിയായി ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാന്റെ മിസൈൽ പതിച്ച് ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ വടക്കുഭാഗത്ത് ഹിസ്ബുല്ലയും ആക്രമണം തുടരുകയാണ്. അബുദാബിയിൽ മിസൈൽ ഭാഗങ്ങൾ പതിച്ച് 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. അബുദാബി കിസാഡ് പരിസരത്ത് 2ഇടങ്ങളിലായി രൂപപ്പെട്ട തീപിടുത്തം നിയന്ത്രണ വിധേയമാണ്. ഒമാൻ സലാല തുറമുഖത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പുതിയ ആക്രമണ പശ്ചാത്തലത്തിൽ ഇറാനുമായി മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിവന്ന ചർച്ചകൾക്കും തിരിച്ചടിയേറ്റു. പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി രാജ്യങ്ങളാണ് മധ്യസ്ഥ നീക്കങ്ങളുമായി രംഗത്തുള്ളത്. അതിനിടെ യുദ്ധത്തിൽ പ്രത്യക്ഷ പങ്കാളിത്തം വഹിച്ചേക്കുമെന്ന മുന്നറിയിപ്പുമായി യമനിലെ ഹൂത്തികൾ രംഗത്ത് വന്നു. ഇന്ന് വെളുപ്പിന് ഹൂത്തികൾ അയച്ച മിസൈൽ പ്രതിരോധിച്ചതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. മീഡിയ 1 ദുബൈ.